കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എറണാകുളം പാനായിക്കുളം സ്വദേശി റമീസും കോതമംഗലം സ്വദേശിനി സോനയും പ്രണയത്തിലാകുന്നത്. രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഇവരുടെ പ്രണയത്തെ അവളുടെ വീട്ടുകാർ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് വിവാഹം നടത്താൻ ധാരണയിലെത്തിയതാണ്. അതിനിടെ ഒരു അനാശാസ്യ കേസിൽ റമീസ് പിടിക്കപ്പെട്ടെങ്കിലും സോനയ്ക്ക് കാമുകനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ മതം മാറാൻ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതും ക്രൂരമായി ഉപദ്രവിച്ചതുമാണ് അവളെ തളർത്തിക്കളഞ്ഞത്. സോനയുടെ ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു. അതേസമയം അന്വേഷണത്തിനായി പോലീസ് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ റമീസിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം. മകളുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പെൺകുട്ടിയുടെ മാതാവ് ആവശ്യപ്പെടുന്നത്. മതപരിവർത്തനമാണ് പ്രതിയുടെ കുടുംബം ആവശ്യപ്പെട്ടത്. ഇതിൽ വിദേശത്തു നിന്ന് അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം പര്യാപ്തമല്ല. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ പറയുന്നു. അതേസമയം പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്ന നിഗമനത്തിലാണ് പോലീസ്. മതം മാറിയും റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. എന്നാൽ കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ ഇവർക്കിടയിൽ ഉണ്ടായ തർക്കങ്ങളും സംശയങ്ങളും റമീസിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയും പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചു. രണ്ടുപേർക്കും ഇടയിൽ ഉടലെടുത്ത തർക്കം മൂലം മതം മാറാൻ തയ്യാറല്ലെന്നും പെൺകുട്ടി നിലപാടെടുത്തു. റമീസിന്റെ വീട്ടുകാരുമായും ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായതായി പറയുന്നു. റമീസിന്റെ അനാശാസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പെൺകുട്ടിക്ക് വിവരം ലഭിച്ചിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിലയിരുത്തുന്നത്. കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. 10 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തെയാണ് ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുള്ളത്. റമീസിന്റെ ഫോണും മറ്റു രേഖകളും സംഘം പരിശോധിക്കുകയാണ്. ഇയാളുടെ മാതാപിതാക്കളെയും ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ അവരെ പ്രതി ചേർക്കണമോ എന്ന കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇവർക്കെതിരെ പരാമർശങ്ങളുള്ളതിനാൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം റമീസിന്റെ വീട്ടുകാർ നടത്തിയിരുന്നതായി പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. ഈ കാര്യങ്ങളിലും പോലീസ് വിശദമായി അന്വേഷണം നടത്തും. ന്യൂസ് 18 കൊച്ചി.